സക്സസ് ഫയലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന തസ്തികയിലേക്കായിട്ട് കേരള PSC നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 89/25 ആണ്. 2025 നടന്ന പരീക്ഷയാണ്. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. പിന്നെ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ടാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡച്ചുകാർ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരെയെന്ന് ചോദിച്ചാലും ആരാണ്? ഡച്ചുകാരാണ്. അടുത്ത ചോദ്യം: ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയിലെ ലോങ് മാർച്ച് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാവോ സേതുങ് ആണ്. മാവോ സേതുങ്. ഓപ്ഷൻ ഡി, മാവോ സേതുങ്. ലോങ് മാർച്ച്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം മാറക്കാന സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ വായിക്കാം. ആദ്യത്തേത്: ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 4 എന്നിവ ശരിയാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്നാമത്തെ പ്രസ്താവന. ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്ന് പറഞ്ഞിരിക്കുന്നു. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ശിലകളെക്കുറിച്ചുള്ള പഠനത്തിന് പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. പെട്രോളജി എന്നാണ് ശിലകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പെട്രോളജി മണ്ണും അതിൻ്റെ രൂപീകരണവും പഠിക്കുന്ന ശാഖയാണ് പെഡോളജി. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? മാർബിൾ ഒരുതരം ആഗ്നേയശിലയാണ്. ഇന്ത്യയിൽ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1, 2, 3 എന്നിവ തെറ്റാണ്. 1, 2, 3. മാർബിൾ ഒരുതരം ആഗ്നേയശിലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാർബിൾ ഏത് തരം ശിലയാണ്? മാർബിൾ ഒരു രൂപാന്തര ശിലയാണ്. മാർബിൾ എന്ത്? മാർബിൾ. ഇന്ത്യയിൽ
ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതത് സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സർവേ ഓഫ് ഇന്ത്യയാണ്. സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ശരിയാണ്. കൽക്കട്ട നഗരം ഹുഗ്ലി നദിയുടെ തീരത്താണ്. ശരിയാണ്. അടുത്ത ചോദ്യം, കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് കോറിയോലിസ് ബലം, വേലി ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. അപ്പൊ കാറ്റിന്റെ വേഗതയെയോ ഗതിയെയോ സ്വാധീനിക്കാത്തത് വേലി ബലമാണ്. കോറിയോലിസ് ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം എന്നിവയെല്ലാം കാറ്റിന്റെ വേഗതയെയും ഗതിയെയും എല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഉപദ്വീപീയ നദി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലാകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങളാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ എന്താണ്? തെറ്റാണ്. റായ്പൂർ ഏതിന്റെ തലസ്ഥാനമാണ്? റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് റായ്പൂർ. ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചിയാണ്. റാഞ്ചി. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. കേരളത്തിന്റെ ആകെ വിസ്തീർണം 37% വനപ്രദേശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. എത്ര ശതമാനമാണ്? 29 മുതൽ 29നും 30നും ഇടയിലാണ് വരുന്നത്. 29%നും 30%നും ഇടയിലാണ് എന്താണ്? കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ വനങ്ങളുടെ ശതമാനം വരുന്നത്, വനപ്രദേശത്തിന്റെ ശതമാനം വരുന്നത്. അടുത്ത ചോദ്യം, സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ്. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് KN രാജാണ്. KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമേത്? നബാർഡാണ്. നബാർഡ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഏതൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. സുമൻ ബെറി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. ഭക്ഷ്യക്ഷാമമില്ലാതായി ഉൽപാദനം വർദ്ധിച്ചു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു. ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വമില്ലാത്ത. ഓപ്ഷൻ ഡി ഇതെല്ലാം.
ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. ഏതൊക്കെയാണ്? ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശാശ്രയത്വം ഇല്ലാതായി എന്നിവ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്ന ഭരണഘടന പുനരവലോകനം, സ്പീക്കർ പദവിയും അധികാരങ്ങളും, സ്വതന്ത്ര നീതിന്യായ സംവിധാനം, നിർദ്ദേശക തത്വങ്ങൾ. ഇത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ്. ഏതൊക്കെയാണ്? ഭരണഘടന പുനരവലോകനം, സ്വാതന്ത്ര്യ നീതിന്യായ സംവിധാനം എന്നിവ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തവയാണ്. ഏതൊക്കെയാണ്? ഭരണഘടന പുനരവലോകനം, സ്വാതന്ത്ര്യ നീതിന്യായ സംവിധാനം എന്നിവ. സ്പീക്കർ പദവിയും അധികാരങ്ങളും ഏത് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? സ്പീക്കർ പദവിയും അധികാരങ്ങളും ഇത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ബ്രിട്ടീഷ്. നിർദ്ദേശക തത്വങ്ങളോ? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നുമുള്ളതാണ്. അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് നിർദ്ദേശക തത്വങ്ങൾ. സ്പീക്കർ പദവിയും അധികാരങ്ങളും ബ്രിട്ടീഷ് ഭരണഘടന, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അടുത്ത ചോദ്യം, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം. അനുച്ഛേദം 226. അനുച്ഛേദം 226. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി. മൗലിക കടമകൾ ചേർക്കപ്പെട്ടത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 42-ാം ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ. അടുത്ത ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എയും ഡിയുമാണ്. എയും ഡിയും. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് പാർട്ടിക്ക്. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നിവ. 2, 3 എന്നിവ. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽപ്പെട്ടത് ഏതാണ്? ഈ ചോദ്യം PSC റിമൂവ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 21ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം ഏതാണ്? 2024 റിപ്പബ്ലിക് പരേഡിൻ്റെ തീം ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നതാണ്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്ത് എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി സി അച്യുതമേനോൻ. ഓപ്ഷൻ ബി സി അച്യുതമേനോൻ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. ഓപ്ഷൻ ബി 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ.
ചുവടെ തന്നിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം വട്ടച്ചൊറിയാണ്. വട്ടച്ചൊറി. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുവാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സെറിബെല്ലം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? റെറ്റിനോൾ. റെറ്റിനോൾ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ടുരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ടുരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത്? ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക്. ഓപ്ഷൻ ഡി, ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥത്തിന്റെ പേര്? ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥമാണ് ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? അൾട്രാ വയലറ്റ് മേഖലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അൾട്രാ വയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ? അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അരീനിയസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അരീനിയസ്. കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം? ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ രൂപാന്തരണത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏതാണ്? ഗ്രാഫൈറ്റ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3, 4 എന്നിവ. 1, 3, 4. SL പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 4. സുനിൽ ഗവാസ്കർ. ആത്മകഥ സണ്ണി ഡേയ്സ്. സൈന നെഹ്വാൾ. ആത്മകഥ പ്ലേയിങ് ടു വിൻ. സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ്, സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 3. ബുദ്ധിനി സാറ ജോസഫിൻ്റെ കൃതിയാണ്. റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന്റെ കൃതിയാണ്. അടുത്തത്, പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2, 3. എതിരെ എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 41ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 42ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 43 ഓപ്ഷൻ എ. 44ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 45ാമത്തെ ചോദ്യം 45 ഓപ്ഷൻ എ ആണ്. 46ാമത്തെ ചോദ്യം
ഓപ്ഷൻ ബി ആണ്. 47 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 48ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 49ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 50ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 51ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, ഫീസ് ഒടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം? ഓപ്ഷൻ ഡി, കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? ഓപ്ഷൻ സി 25,000 രൂപ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ കാലാവധി, ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂർ. നെൽസൺ മണ്ടേല റൂൾ എന്ന ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ഓപ്ഷൻ എ ആണ് 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. 1 വർഷം. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ. 62 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്? കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്? ഓപ്ഷൻ ബി ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ഗാർഡനർ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ബന്ധുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത്? ആത്മസംതൃപ്തി. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിന് ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം നടന്ന് കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്.
ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ. ആൾക്കാരെയോ ചരക്ക് കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? കാറ്റഗറി ടി. ഡ്രൈവർ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 70 മുതൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 20. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത്? ഓപ്ഷൻ ഡി ആണ് 1, 3. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ. കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ 19. ഒരു കോൺട്രാക്ട് ക്യാരിയേജ് വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? 5 വർഷം. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷം. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ആണ് മറ്റ് റോഡ് ഉപയോക്താക്കളുടെ പൊതുജനങ്ങളോടും ഉള്ള ഒരു ഡ്രൈവറുടെ കടമ. പരസ്പരം കടന്നു പോകാൻ അസൗകര്യമുള്ള മൗണ്ടർ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറക്കമിറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തൻ്റെ വാഹനം ഓപ്ഷൻ ബി ആണ് 1, 3 ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. 2 ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതലുകൾ. ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കണം. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിന്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വച്ചിരിക്കണം. താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? ഹാൻഡ് കൺട്രോളുകൾ ഓപ്ഷൻ സി 1, 4 വൈപ്പർ, ഇഗ്നിഷൻ. ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 4. മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ, ഡിഫെൻസീവ് ഡ്രൈവിംഗ്. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ആംബുലൻസ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ജഡ്ജ്മെന്റ്, ആൻറ്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ട്. MSM എന്നാൽ മിറർ, സിഗ്നൽ, മനേവർ. കേരളത്തിലെ 4 വരിയില്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകൾ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയാണ്? ഓപ്ഷൻ സി മണിക്കൂറിൽ 65 കിലോമീറ്റർ. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം. ഗ്രോസ് വെഹിക്കിൾ ഭാരം. റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 24 മണിക്കൂർ. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈന് മുമ്പ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ നൽകേണ്ട പിഴത്തുക എത്ര രൂപയാണ്? 25,000. ചുവടെയുള്ള വാക്യങ്ങളിൽ തെറ്റായത് ഏത്? തെറ്റായത് ഓപ്ഷൻ സി ആണ്. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിൽ ഉള്ള യാത്ര സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കുവാനും സാധിക്കും.
മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഈ ചെല്ലാൻ മുഖേന. വാഹനത്തിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? AMBMC പോലീസ് ഓഫീസർ, AMVI സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. വാഹനത്തിൽ ഫാസ്ടാഗ് പതിക്കേണ്ടത് എവിടെയാണ്? വിൻഡ് സ്ക്രീനിൽ. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഫയർ ടെൻഡർ, ക്വാർട്ടറി സൈക്കിൾ, ആംബുലൻസ്. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിന് നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനങ്ങൾക്കും ബാധകമാണ്. ഹസാർഡ്സ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം? ഓപ്ഷൻ ബി ആണ് ഫയർ എക്സ്റ്റിങ്ഷർ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ, BLTD. ഹസാർഡ്സ് ഗുഡ്സ് വാഹനങ്ങളിൽ ഗ്ലാസ് ലേബലിൻ്റെ വലിപ്പം 250 mm². PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.